മലൈക്കോട്ടൈ വാലിബനാണല്ലോ ചർച്ച മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനപ്പോൾ എൻ്റെ അഭിപ്രായം രാവിലെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പടം വർക്കായി. ഓക്കെ, ഞാൻ കൃത്യമായിട്ട് അതിനുള്ള കാരണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ വണ്ടിക്കകത്ത് തന്നെ ഒരു മിക്സ് റിവ്യൂ. ജിത്തുബായിക്ക് പടം അത്ര വർക്കായില്ല, എനിക്ക് വർക്കായി. അങ്ങനെ വെരി റെയർ കേസിലാണ് കേട്ടോ അങ്ങനെ സംഭവിക്കാറ്. സാധാരണ ഞങ്ങൾ സിനിമയ്ക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ടേസ്റ്റിലാണ് എല്ലാ സിനിമകളും മാക്സിമം വർക്കാവാറ്. ഇതെന്തോ മൂപ്പർക്ക് വർക്കായില്ല, എനിക്ക് വർക്കായത് അത് തന്നെയാണ് അതിലെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. നോട്ട് എവ്രി വൺസ് കപ്പ് ഓഫ് ടീ. ഓക്കെ, അപ്പോൾ അവർ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ മാന്യമായിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം സംഗതികളൊക്കെ ചെയ്തിട്ട് പോകുന്ന പരിപാടികളൊക്കെ എല്ലാം ഓക്കെയാണ്. ഇതിനിടയിൽ കുറേ മറ്റേ അമൃതാനന്ദമയി മോഹൻലാലിനെ വലിച്ചു കയറ്റലും പിന്നെ അയോധ്യ ശ്രീരാമൻ പോസ്റ്റുകൾ വലിച്ചു കയറ്റുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. അവരോടൊന്നും പറയാനില്ല. പിന്നെ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ LJPയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് അടിയിൽ പോയിട്ട് അതിഭീകരമായിട്ട് ലിജോ ജോസ് പല്ലിശ്ശേരിയെ തെറി വിളിക്കുന്നതും ഊക്കി വിടുന്നതുമായിട്ടുള്ള കമൻറ്റുകൾ കണ്ടു. ആൻഡ് വെരി അൺഫോർച്ചുനേറ്റ് ഇത് ചെയ്യുന്നത് കുറേ ലാലേട്ടൻ ഫാൻസ് എന്ന് പറഞ്ഞ്, ഞാൻ ലാലേട്ടൻ ഫാൻ ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാനിവിടെ ലാലേട്ടൻ ഫാൻസ് ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു FB പോസ്റ്റ്, അവിടെ നിന്ന് വന്നൊരു FB പോസ്റ്റ് ഞാനിവിടെ വായിക്കാം. മലയാളത്തിലെ ഏറ്റവും മോശം ഓഡിയൻസ് ഇപ്പോൾ നിലവിൽ മോഹൻലാൽ ഫാൻസ് ആയിരിക്കും. കാരണം ഇന്ന് തിയേറ്റർ നേരിട്ട് അനുഭവിച്ച് അറിഞ്ഞു, അത് കൊണ്ട് മാത്രം ഇടുന്ന പോസ്റ്റ്. ഇതൊരു ലിജോ പടത്തിന് കയറി തിയേറ്ററിൽ സൈലൻ്റായി വരുന്ന സീനിലൊക്കെ ഇരുന്ന് അനാവശ്യ കമൻ്റ് അടിയൊക്കെ ആയിരുന്നു കൂടുതൽ. അത് പടം ആസ്വദിച്ചു കാണുന്നവരെ പോലും വല്ലാതെ മടുപ്പുണ്ടാക്കുന്ന പ്രവണതയാണ്. ഒരു സിനിമ പലർക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കും ലഭിക്കുക. അത് മാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഫാൻ ഷോ ആവശ്യമുള്ള പടങ്ങൾ മാത്രം ഇനി ഫാൻ ഷോ വെക്കാൻ ശ്രമിക്കുക. അല്ലാതെ കണ്ണിൽ കണ്ട എല്ലാ സിനിമകൾക്കും കയറി ഫാൻ ഷോ ചാർട്ട് ചെയ്ത് കാട്ടിക്കൂട്ടുന്ന ഈ മോശം പരിപാടി നിർത്തുക. ഇന്ന് ഞാൻ തിയേറ്ററിൽ ഇരുന്ന ടൈമിൽ ഞാനും ജിത്തുബായി ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണത്. അതായത് ഫാൻ ഷോ എന്ന് പറയുമ്പോൾ ലാലേട്ടൻ ഫാൻസ് ആയിരിക്കുമല്ലോ മെജോറിറ്റിയും കയറുന്നത്. ഇനിയിപ്പോൾ ഇടയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മിക്സ് ഫാൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ലിജോ ജോസിന് ഇഷ്ടപ്പെട്ട ആ സിനിമ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ മൂവി ആ കോംബോയിൽ ഇഷ്ടപ്പെട്ട് വരുന്നവരുണ്ടാവും. എന്താണെങ്കിലും ഒരു 75% പ്രീ ബുക്കിംഗ് ഈ പറഞ്ഞ ഫാൻ ഷോ വരിക ഫാൻസ് തന്നെയാണ്, മോഹൻലാൽ ഫാൻസ്. അതാണ് ഫാൻ ഷോ. അങ്ങനെ വരുന്ന ഫാൻസ് ഇതിൽ പലരും പറയുന്നു ഡീഗ്രേഡിങ് ഈ സിനിമയ്ക്ക് നടക്കുന്നത്. ഞാൻ ഇതിന് ഡീഗ്രേഡിംഗ് എന്ന് ഒരിക്കലും പറയില്ല, ഡിസപ്പോയിൻമെൻറ്റ് എന്ന് പറയും. ഡീഗ്രേഡിംഗ് എന്നുള്ള വാക്ക് ഈ സിനിമയുടെ ഒപ്പീനിയൻ ആളുകളിൽ നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. ഇതിലൊരു ഡീഗ്രേഡിംഗ് പാറ്റേൺ ഞാൻ കാണുന്നില്ല. അട്ടർലി ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള മോഹൻലാൽ ഫാൻസ് അടക്കം ആണ് ഈ സിനിമയെ കുറിച്ചിട്ട് ഇപ്പം എന്ത് പറയുന്നത്. അവർക്ക് വർക്കാവാത്ത അവരവരുടെ പോയിന്റ്സ് പറയും, അവരവരുടെ ഫ്രസ്ട്രേഷൻ പറയാണ്. അപ്പം ഞാനും പറയാറുണ്ട്, എനിക്കിപ്പോൾ ഈ സിനിമ വർക്കായതുകൊണ്ട് ഞാനത് പറയുന്നില്ല, വർക്കായില്ലെങ്കിൽ ഞാനും പറയും. കാരണം നമ്മുടെ കാശ് പോയാൽ നമ്മൾ തന്നെയാണ് പറയുക, അല്ലേ? നമ്മളെ കാശ് പോകുമ്പോൾ നമ്മൾ പറയും. ആ പറഞ്ഞത് കൊണ്ട് പല പ്രശ്നങ്ങളും വന്നിട്ടുള്ളൊരു മനുഷ്യൻ, അങ്ങനെയുള്ള കുറേ മനുഷ്യന്മാരിൽ ഒരാളാണ് ഞാൻ. അറിയാലോ, സിനിമാക്കാർ ഉള്ള അഭിപ്രായം തുറന്നു പറഞ്ഞുകൊണ്ട് എയർ കയറ്റി കേസും സാധനമൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ഓൾ പാർട്ട് ഓഫ് ദി സോഷ്യൽ മീഡിയ. അതൊന്നും ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഡീഗ്രേഡിങ് അല്ല, ഡിസപ്പോയിൻമെൻ്റ് ആണ്. അത് ഈവൻ എന്താ പറയുക, ഫാൻസിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്കത് ആക്സെപ്റ്റബിൾ ആണ്. കാരണം പുറത്തിറങ്ങിയിട്ട് അവർക്ക് അവരുടെ ഡിസപ്പോയിൻമെൻറ്റ് ശരിക്കും പ്രകടിപ്പിക്കാം. പക്ഷെ അത് തെറിവിളിയിലൂടെയും ഈ പറഞ്ഞ മാതിരി ഒരാളെ ഷെയിം ചെയ്യിച്ചിട്ടുള്ള പരിപാടി ചെയ്യാതിരിക്കുക. ഓക്കെ, അതിപ്പോൾ പോസ്റ്റുകൾക്ക് അടിയിൽ പോയിട്ടും ലാലേട്ടൻ്റെ പോസ്റ്റിന് അടിയിൽ പോയിട്ടൊക്കെ വളരെ മോശമായ തെറികളും മറ്റതും മറിച്ചൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ ഇറ്റ്സ് ബെറ്റർ. ഓക്കെ, ഇനി പറയാനുള്ള കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിയേറ്റർ എക്സ്പീരിയൻസ്. ഓക്കെ, അത് ഭയങ്കര ഒരു സംഭവമാണ്. അത് വെരി അൺഫോർച്ചുനേറ്റ്. ഇന്ന് ഞാനിത് അനുഭവിച്ചു. ഈ പോസ്റ്റ് ഇട്ട വ്യക്തി എഴുതിയ കാര്യം ഞാൻ അനുഭവിച്ചു. എനിക്കറിയില്ല എൻ്റെ ഫ്രണ്ടിലിരുന്ന മോഹൻലാൽ ഫാൻസ് ആണോ അല്ലേ എന്നുള്ളത്. പക്ഷെ ഫാൻ ഷോയ്ക്ക് കയറിയ ആളുകളാണ്. അതിൽ 1-2 ആളുകൾക്ക് അവർക്ക് സിനിമ വർക്കായില്ല. വർക്കാവാത്തപ്പോൾ അവർ ഈ സിനിമയിൽ ഒരുപാട് ബ്ലാങ്ക് സ്പോട്ടുകളുണ്ട്. അതായത് ലിറ്ററലി ഒന്നും കേൾക്കില്ല നിങ്ങൾ. അതായത് അത് സൈലൻ്റ് ആണ്. അവിടെയൊക്കെ ഒരു ഫ്രെയിം വെച്ചിട്ട്, അത് സൈലൻറ്റ് ഫ്രെയിമാണ്, അതിന് ശബ്ദങ്ങളൊന്നുമില്ല, സൈലൻ്റ് ആണ്. അല്ലെങ്കിൽ വളരെ മിനിമലായിട്ടുള്ള കോൺവെർസേഷൻസ്. ഓക്കെ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇവർക്കിത് ഒരിക്കലും അവർക്ക് അത് ഡൈജസ്റ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് വർക്കാവുന്നില്ല. അപ്പോൾ അവർ മിണ്ടാതിരിക്കണ്ടേ? അതല്ല, അവിടെ ഇരുന്ന് കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കുന്നു.
കൗണ്ടർ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ 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 എന്തൊക്കെയോ വിളിച്ച് പറയും. ഇതങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, സെക്കൻഡ് ഹാഫിൻ്റെ ഒരു തുടക്കം അല്ലെങ്കിൽ ഒരു കാൽഭാഗം മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പിന്നെ അങ്ങോട്ട് ആ സിനിമ കഴിയണ വരെ ഈവൻ ചില ഡയലോഗുകൾക്ക് ഇടയിൽ വരെ ഇരുന്ന് എന്തൊക്കെയോ വിളിച്ച് പറയുന്നു. നിങ്ങൾക്ക് പടം ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങിയതിന് ശേഷം ഞാനൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് പറയാം, ഫ്രണ്ട്സിനോട് നിങ്ങൾക്ക് പറയാം, ആർക്കെങ്കിലും പേഴ്സണൽ മെസ്സേജ് അങ്ങനെ പറയാം. ഇല്ല, ഈ സിനിമ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അവിടെ ക്യാമറ ഉണ്ടെങ്കിൽ അവിടെ പറയാം. നിങ്ങൾ എന്തിനാ തിയേറ്ററിൻ്റെ അകത്ത് ഇരുന്നിട്ട് ബാക്കിയുള്ളവൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസും കൂടി ഇല്ലാതാക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. തിയേറ്ററിൻ്റെ അകത്ത് ഇരുന്നിട്ട് കുറേയൊക്കെ ഈ കൗണ്ടർ രസമാണ്. ഇപ്പോൾ സലാറിന് പോയ സമയത്ത് ആ ഒരു ടൈമിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്നിട്ടും ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞു ഈ കൗണ്ടറുകൾ അടിക്കുന്നത് എന്തോന്നടയത്. അത് ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് അവർ ഡിസപ്പോയിൻറ്റഡ് ആണ്. ഓക്കെ, ഫാൻ ഷോയിൽ ഡിസപ്പോയിൻമെൻ്റ് ആയാൽ, അതായത് ഫാൻ ഷോ കളിച്ചിട്ട് ഫാൻസിന് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടിയില്ലെങ്കിൽ അവർ ഡിസപ്പോയിൻറ്റഡ് ആയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുക തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ ഒച്ചയും വിളി ഉണ്ടാക്കിയിട്ട് തന്നെയാണ്. പക്ഷേ അവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ അതിൽ രസം മാറിയിട്ട് അതൊരു വൃത്തികെട്ട പരിപാടിയാണ്. വെരി അൺഫോർച്ചുനേറ്റ് ഞാൻ പറയട്ടെ, ഇന്ന് ലാലേട്ടൻ്റെ ഈ സിനിമയ്ക്ക് LJP ലാലേട്ടൻ കോമ്പോയിൽ വന്ന ഈ സിനിമ വാലിബൻ സിനിമയ്ക്ക് ഇന്ന് എനിക്കും തിയേറ്ററിൽ നിന്ന് സെയിം എക്സ്പീരിയൻസ് ഉണ്ടായി. ഞാനും മനസ്സിൽ വിചാരിച്ചു എന്തോന്നാണ് ഇവർക്കേ ഓക്കെ വർക്കാവുന്നില്ല എന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കണം, അല്ലെങ്കിൽ ഇവർ പറഞ്ഞതിൽ ഉറങ്ങണം. അല്ല, ബാക്കിയുള്ളവൻ്റെ രസം കൊല്ലിയാവേണ്ട ആവശ്യം എന്താ അവർക്ക്? കാരണം ഒരാളെന്തെങ്കിലും പറയാൻ നിൽക്കുക, പിന്നെ 10 കമൻറ്റ് ബാക്കൊന്നും സൈഡിൽ നിന്ന് പോയിട്ട് വരും. ഇത്രയും ഇങ്ങനെ കുറേ സൈലന്റ് പാച്ചുകൾ ഉള്ളൊരു സിനിമയ്ക്കകത്തും കൂടി ആകുമ്പോൾ അതൊരു ഭയങ്കര ഡിസ്റ്റർബിങ് ആണ്. സോ ദയവ് ചെയ്ത് ഇനി ഫാൻ ഷോയിൽ ഇനി ലാലേട്ടൻ ഫാൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇനി ഫാൻ ഷോ വെക്കുന്നവർ ദയവ് ചെയ്തിട്ട് ഫാൻസ് ആണെങ്കിൽ നിങ്ങൾ ഈ പരിപാടി കാണിക്കാതിരിക്കുക. ഓക്കെ, അശ്വന്ത് കോക്കിൻ്റെ വാലിബൻ റിവ്യൂവിന് അടിയിൽ കണ്ടു യൂട്യൂബർ ഷസാമും സീക്രട്ട് ഏജൻറ്റും മാത്രം ഈ സിനിമയെക്കുറിച്ച് പോസിറ്റീവ് പറഞ്ഞു, അത് പെയ്ഡാണ് എന്നൊക്കെ പറഞ്ഞുള്ള കമൻറ്റ് കണ്ടു. അവരോടാണ് പറയാനുള്ളത്, അങ്ങനെ കാശ് വാങ്ങി ഒരു മൂവി റിവ്യൂ ചെയ്യേണ്ട ഗതികേട് എനിക്കെന്തായാലും ഇല്ല, ഷസാമിനും ഇല്ല എന്നാണ് എൻ്റെ ഒരറിവ്. ഓക്കെ, പിന്നെ രാവിലെ കാറിൽ ഇരുന്നിട്ട് വാലിബൻ്റെ ഒപ്പീനിയൻ റിവ്യൂ പറഞ്ഞ സമയത്ത് ഞങ്ങളുടെ കാറിനകത്ത് തന്നെ ഒരാൾക്ക് ഇഷ്ടമായി ഒരാൾക്ക് ഇഷ്ടമായില്ല എന്ന്. അതായത് മണ്ടേഷുകളെ അങ്ങനെയാണ്, പെയ്ഡൊക്കെയാണ് റിവ്യൂ എന്നുണ്ടെങ്കിൽ 3 പേരും കൂടി ഇരുന്ന് തള്ളില്ലേ. ഒരാൾ വലിച്ചു കീറി, ജിത്തുബായി ഇട്ട് വലിച്ചു കീറി, എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ ഇഷ്ടമായി എന്ന് പറഞ്ഞു. എന്നിട്ട് തന്നെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെടാത്ത പോയിന്റുകളും ഞാൻ കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് കമൻറ്റ് കൂട്ടുന്ന കമൻറ്റുകളോട് ഇനി എന്ത് പറയാൻ.